അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മീ നമഃ. ശ്രീ മഹാകാളീ നമഃ. ശ്രീ മഹാസരസ്വത്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 71-ാമത്തെ ശ്ലോകം മുതൽ 79 കൂടിയുള്ള 8 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് ജഗദംബികയായ ഭഗവതിയുടെ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ന സംഗ്രാമേ ന ഗംഗായാം സ്നാനദാനാദിവർജിതം മരണം തേ പിതുസ്തത്ര സൗധേ ജാതം കുരുദ്വഃ കൃപണാനി ച സർവാണി നരകസ്യ നൃപോത്തമാ തത്രൈകം കാരണം തസ്യ ന ജാതം ചാതി ദുർലഭം യത്ര യത്ര സ്ഥിതപ്രാണോ ജ്ഞാത്വാ കാലം സമാഗതം സാധനാനാമഭാവേപി ഹ്യവശശ്ചാതിസങ്കടേ യദാ നിർവേദമായാതി മനസാ നിർമ്മലേന വൈ പഞ്ചഭൂതാത്മകോ ദേഹോ മമ കിം ചാത്ര ദുഃഖദം പതത്വദ്യ
യഥാ കാമം മുക്തോഹം നിർഗുണോ വ്യയാ നാശാത്മകാനി തത്വാനി തത്ര കാ പരിദേവന ബ്രഹ്മൈവാഹം ന സംസാരി സദാ മുക്തഃ സനാതന ദേഹേന മമ സംബന്ധ കർമ്മണ പ്രതിപാദിത താനി സർവാണി മുക്താനി ശുഭാനി ചേതരാണി ച മനുഷ്യദേഹയോഗേന സുഖദുഃഖാനുസാധനാൽ വിമുക്തോതി ഭയാൽ സംസാരസങ്കടാൽ ഇത്യേവം ചിന്ത്യമാനസ്തു സ്നാനദാനവിവർജിത മരണം ചേദവാപ്നോതി നമുച്യേൽ ജന്മദുഃഖത ഏഷാ കാഷ്ഠാ പരാ പ്രോക്ത യോഗിനാമപി ദുർലഭാ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 71-ാമത്തെ ശ്ലോകം മുതൽ 79 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി മലയാള തർജ്ജമയായി നതോന്നതാവൃത്തത്തിൽ വജ്ജിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യുദ്ധത്തിൽ വച്ചല്ല പിന്നെ ഗംഗയിൽ വച്ചുമല്ലോ, സ്നാനദാന വിവർജിതനായിട്ടാണല്ലോ അങ്ങയുടെ പിതാവിൻ്റെ മരണമോ സൗധം തന്നിൽ പുരുശ്രേഷ്ഠ അറിയുക നിർഭാഗ്യം തന്നെ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദോഷമെല്ലാം ചേർന്നു ഇതു നരക കാരണമായി, പരലോകത്തെത്താൻ അദ്ദേഹത്തിനായില്ല. എവിടെ വസിച്ചെന്നാലും മരണമടുക്കും നേരം, സാധനങ്ങളില്ലെങ്കിലും ദുഃഖത്തിങ്കലും മനസ്സു നിർമ്മലമാക്കി വൈരാഗ്യത്തോടിരിക്കണം. പഞ്ചഭൂതാത്മകം ദേഹം ദുഃഖമെന്തിന്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശരീരം നശിച്ചിടട്ടെ, മുക്തനും നിർഗുണനും ഞാൻ. ശരീരമോ നശ്വരം താൻ, ദുഃഖമെന്തിന്. നിത്യമായ ബ്രഹ്മം ഞാനും, സംസാരിയല്ലല്ലോ ഞാനും. ദേഹബന്ധം വാസ്തവത്തിൽ കർമ്മത്താലല്ലോ. ശുഭ
ശുഭാശുഭകർമ്മങ്ങളും എന്നിൽ നിന്നും ഭിന്നമല്ലോ. സുഖദുഃഖങ്ങൾക്കു ഹേതു കർമ്മബന്ധം താൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വാസ്തവത്തിൽ ഘോരമായ സംസാരത്തിൽ നിന്നും മുക്തൻ ഈ വിധത്തിൽ ചിന്ത ചെയ്തു സ്നാനാദി വിട്ടും ആരാണോ മൃത്യു നേടുന്നു അവൻ ജനിമൃതി മുക്തൻ. യോഗികൾക്കും ദുർലഭമാം സാധനയിത്. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ആളല്ല ഞാനമ്മയെ വിട്ടിരിക്കാൻ, അമ്മയ്ക്കു ഞാൻ പോകിലുമെന്തു ചേതം. അമ്മക്കിനി കുട്ടികളുണ്ടു വേറെ, എന്നാലെനിക്കില്ലിനി അമ്മ വേറെ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ഞാനാംബികേ, വീഴുന്നു ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 225 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ദേവീഭാഗവതം 3-ാമത്തെ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിൽ 71 ശ്ലോകം മുതൽ 79 കൂടിയുള്ള 9 ശ്ലോകങ്ങളെയാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ഇവിടെ യജ്ഞങ്ങളെക്കുറിച്ച്, ആ അംബായജ്ഞത്തെക്കുറിച്ച് വേദവ്യാസ മഹർഷി ജനമേജയ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ദുർമരണം സംഭവിച്ച അങ്ങയുടെ അച്ഛന്, ദുർഗതിയായ അച്ഛന് സദ്ഗതി കിട്ടാൻ ആ ഭഗവതിയെ ആശ്രയിക്കൂ എന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ മരിച്ചാലാണ് സദ്ഗതി കിട്ടുക എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, രാജാവ് നിലത്ത് കിടന്നല്ല മരിച്ചത്, അദ്ദേഹം
ദർഭപ്പുല്ല് വിരിച്ച് അതിൽ കിടന്നല്ല മരിച്ചത്. അത് ശുഭലക്ഷണമാണ്. അങ്ങനെയല്ല അദ്ദേഹം ഉണ്ടായത്. അതേപോലെ ന സംഗ്രാമേ ന ഗംഗായാം, യുദ്ധത്തിൽ വെച്ചല്ല. യുദ്ധത്തിലാണെങ്കിൽ വീരചരമം എന്ന് പറയും അല്ലെ, വീരസ്വർഗം പ്രാപിക്കുക. എന്നാൽ ന ഗംഗായാം, ഗംഗയിലും വെച്ചല്ല. പുണ്യം നിറഞ്ഞ എവിടെയെങ്കിലും വെച്ച് മരിച്ചാൽ അത് സ്വർഗത്തിന് അവരെ അധികാരിയാക്കുന്നു. സ്നാനം ദാനം ഇവയൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. സ്നാനദാനാദിവർജിതം. കാരണം മാളികയിൽ വെച്ചാണ് സൗധേജാതം കുരുദ്വഹ, ആ മാളികയുടെ മുകളിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഹേ കുരുശ്രേഷ്ഠ, അങ്ങയുടെ പിതാവ് ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു മരണം ഉണ്ടായിട്ടില്ല, ദുർഗതി തന്നെയാണ്. കൃപണാനിച്ച സർവാണി നരകസ്യ നൃപോത്തമ, ദോഷങ്ങളെല്ലാം ഒരുമിച്ചു ചേർന്ന് നരകത്തിന് കാരണമായി. തത്രൈകം കാരണം തസ്യ ന ജാതം ചാതി ദുർലഭം, പരലോകത്തെത്തിക്കുന്നതിന് സഹായകരമായിരിക്കുന്ന ദുർലഭമായ ഒന്നുണ്ട്, അത് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞതും ഇല്ല. അപ്പൊ ഒരുപാട് ദോഷങ്ങൾ ചെയ്തു, നല്ലതൊന്നും ചെയ്യുകയും ഉണ്ടായില്ല. ഇനി എവിടെ വേണമെങ്കിലും താമസിച്ചോട്ടെ, മൃത്യുകാലം വരുന്ന സമയത്ത് എത്രയെത്ര സ്ഥിത പ്രാണോ ജ്ഞാത്വാ കാലം സമാഗതം, ആ കാലം മരണമാണ് അടുത്തെത്തി എന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ, മരണം അണയുന്നു എന്ന് മനസ്സിലായാൽ, സമാഗതമായി എന്നറിഞ്ഞാൽ, സാധനാനാം അഭാവയപി, സാമഗ്രികളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഹ്യഭശ്ചാതിസങ്കടേ, അതിസങ്കടകരമായ അവസ്ഥയിൽ പെട്ടേക്കാണെങ്കിലും എന്തു വേണം? യഥാ നിർവേദമായാദി മനസാ നിർമ്മലേണ വൈ, മനസ്സിനെ സർവവിഷയങ്ങളിൽ നിന്നും പിൻവലിച്ച് നിർമ്മലമാക്കി വൈരാഗ്യത്തോടുകൂടി, വൈരാഗ്യം വിരക്തി അല്ലെ, വിരക്തിയോടുകൂടി ഇരിക്കണം, ഒന്നിലും ആസക്തിയില്ലാതെ ഇരിക്കണം. പഞ്ചഭൂത നിർമ്മിതമാണ് ഈ ശരീരം. പഞ്ചഭൂതാത്മകോ ദേഹോ മമക്കിം ചാത്ര ദുഃഖതം. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തിനാണ് ദുഃഖിക്കാൻ, എന്തിന് ഞാൻ ദുഃഖിക്കണം എന്ന രീതിയിൽ പതത്വദ്യ യഥാകാമം മുക്തോഹം നിർഗുണവ്യയെ, ഈ ശരീരം താഴെ വീണോട്ടെ, ഞാൻ മുക്തനായും നിർഗുണനായും അവ്യയനുമാണ് ഞാൻ, എനിക്ക് ഈ ശരീരവുമായി ഒരു ബന്ധവുമില്ല. നാശാത്മകാനി തത്വാനി തത്ര പരിദേവന. അപ്പൊ ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ, പൃഥിവി വായു ആകാശം അഗ്നി ജലം എന്നീ തത്വങ്ങൾ തന്നെ നശ്വരങ്ങളാണ് എന്നിരിക്കെ ഇതിൽ ദുഃഖിക്കാൻ ഈ പരിദേവനത്തിന് എന്താണ് അർത്ഥം? ഇങ്ങനെ ബ്രഹ്മൈവാഹം ന സംസാരി സദാ മുക്ത സനാതന ദേഹേന മമ സംബന്ധ കർമ്മണ പ്രതിപാദിത. ഒരു സംശയവും ഇല്ല എന്നാണ്. കാരണം ഞാൻ നിത്യമായിരിക്കുന്ന ബ്രഹ്മമാണ്, അനാദിയായ ആദിമധ്യാന്തങ്ങൾ ഇല്ലാത്ത എന്നും നിലനിൽക്കുന്ന ആത്മാവാണ്, ബ്രഹ്മമാണ്. ഞാൻ ഒരിക്കലും സംസാരിയല്ല എന്നാണ്. എനിക്ക് ദേഹവുമായി ഉണ്ടെന്ന് തോന്നിക്കുന്ന ഈ ബന്ധമുണ്ടല്ലോ, അത് കർമ്മം കൊണ്ട് മാത്രം ഉണ്ടായതാണ്. അല്ലാതെ എനിക്ക് ദേഹവുമായി ഒരു ബന്ധവുമില്ല. ദേഹത്തിൽ നിന്ന് അന്യമായി നിൽക്കുന്ന ആ ആത്മസ്വരൂപമാണ് ഞാൻ എന്ന തിരിച്ചറിവ് അവിടെ ഉണ്ടാകണം. അങ്ങനെയെങ്കിലും വേണമെന്നാണ്. അപ്പൊ മരിക്കാൻ നേരത്ത് ഈ ഒരു ചിന്തയുണ്ടാവാൻ എന്ത് വേണം? ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായി മാറണം. എന്നാലേ മരണസമയത്ത് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ നമ്മളിലേക്ക് കടന്നു വരുള്ളൂ. അപ്പോ ഈ ബന്ധം കർമ്മം കൊണ്ട് മാത്രം ഉണ്ടായതാണ്. താനി സർവാണി മുക്താനി ശുഭാനി ചേതരാണി ച മനുഷ്യദേഹയോഗേന സുഖ ദുഃഖാനുസാധന. ഇപ്പൊ ശുഭവും അശുഭവും ആയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും എന്നിൽ നിന്ന് ഭിന്നമാണ്. ഞാൻ ആത്മാവാണ്, അതുകൊണ്ട് തന്നെ ദേഹവുമായി ബന്ധപ്പെട്ട ഈ കർമ്മങ്ങളൊന്നും എന്നെ ബാധിക്കുന്നില്ല. അപ്പോൾ സുഖദുഃഖങ്ങൾക്ക് സാധനമാകുന്നു എന്നുള്ളത് കൊണ്ട് മനുഷ്യദേഹവുമായി അവയ്ക്ക് ബന്ധമുണ്ട് എന്ന് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ബന്ധമില്ല എന്ന്. വിമുക്തോതി ഭയാൽ ഘോരാദ് അസ്മാൽ സംസാര സങ്കടാൽ
ഇത്യേവം ചിന്ത്യമാനസ്തു സ്നാനദാന വിവർജിതം. അപ്പോ സ്നാനദാനങ്ങളൊക്കെ കൂടാതെ വാസ്തവത്തിൽ ഞാൻ അതിഭയാനകവുമായ ഈ ഘോരമായ സംസാര ദുഃഖത്തിൽ നിന്ന് മുക്തനാണ് എന്ന് ഉറപ്പിച്ച് സ്നാനദാനാദികളൊന്നുമില്ലാതെ തന്നെ ആരാണോ മരണം പ്രാപിക്കുന്നത്, മരണം ചേതവാപ്നോതി സമുച്ചയിൽ ജന്മദുഃഖത, അവർ ഈ മരണങ്ങളിൽ നിന്ന്, ജനിമൃതി ദുഃഖങ്ങളിൽ നിന്ന് മുക്തനായി തീരുന്നു. ഏഷാ കാഷ്ഠ പരാപ്രോക്ത യോഗിനാമപി ദുർലഭം. ഇതാണ് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള സാധന. ഇത് എല്ലാവർക്കും സുലഭമാണോ എന്നാണെങ്കിൽ അല്ല, യോഗികൾക്ക് പോലും സുദുർലഭമാണ് ഈ ഒരു തലത്തിലേക്ക് എത്തുക എന്നുള്ളത്. ദേഹസംബന്ധം ഇല്ലാതിരിക്കുക, പ്രാരബ്ധം കൊണ്ട് മാത്രമാണ് ഈ ദേഹവുമായി എനിക്കൊരു ബന്ധവുമില്ല. മുക്തനെ കുറിച്ച് അങ്ങനെയാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതുപോലെ ഒരു കൊട്ടത്തേങ്ങ പോലെയാണ് മുക്തൻ. എന്നാൽ ബദ്ധൻ ആ ശരീരത്തിലിരിക്കണു, ശരീരവുമായി ബന്ധപ്പെട്ടതൊക്കെ തൻ്റെ കാര്യങ്ങളാണ് എന്ന് ചിന്തിക്കുന്നു. അതൊരു പച്ചത്തേങ്ങ പോലെ. എന്നാൽ മുക്തനോ കൊട്ടത്തേങ്ങ പോലെയാണ്. ചിരട്ടയുടെ ഉള്ളിലിരിക്കുമ്പോഴും ചിരട്ടയുമായി ബന്ധമില്ലാതെ ഇരിക്കുന്നത് പോലെ. അപ്പൊ ചിരട്ടയ്ക്ക് എന്ത് സംഭവിച്ചാലും ആ ഉള്ളിലുള്ള നാളികേരത്തിന് ഒരു ദോഷവും സംഭവിക്കില്ല. ഇതേപോലെ ദേഹത്തിന് എന്ത് സംഭവിച്ചാലും ആത്മാവായ നിത്യമായ അവ്യയമായിരിക്കുന്ന അനാദിയായിരിക്കുന്ന ഈ ആത്മസ്വരൂപത്തിന് ഒരു കേടും സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ ഉറപ്പിക്കുക, ഇത് നമുക്ക് പറയാനും കേൾക്കാനും ഒക്കെ എളുപ്പമാണെങ്കിലും ഇത് ജീവിതത്തിലേക്ക് പകർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് പുരാണകർത്താവായിരിക്കുന്ന വേദവ്യാസൻ തന്നെ ഉറപ്പിച്ചു പറയുകയാണ് ജനമേജയനോട്. യോഗികൾക്ക് പോലും, യോഗിനാമപി ദുർലഭ, യോഗികൾക്ക് പോലും സുദുർലഭമാണിത് എന്ന് പറയുന്ന 79ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരാർച്ചന സമർപ്പിക്കുന്നു. ശ്രീ ജഗദംബികായി നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.